നമസ്കാരം എൻ്റെ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. നോക്കൂ, ഞാൻ ആദ്യം തന്നെ ഒരു വീഡിയോ ക്ലിപ്പ്, അതിനുശേഷം വേറൊരു വീഡിയോ ക്ലിപ്പ്, അങ്ങനെ രണ്ട് വീഡിയോ ക്ലിപ്പുകൾ നിങ്ങളെ ഞാൻ ഒന്ന് കാണിക്കാം. അതിലെ ആദ്യത്തെ ക്ലിപ്പ് ഇതാണ്, ഒന്ന് കണ്ടു നോക്കാം നമുക്ക്. 1956 वोट में जीता था, इस बार करीब 10,000 वोट में चुनाव जीता और नंदीग्राम का हिंदू जनता फिर मुझे जिताया। वहाँ मुसलमान वोट पूरा के पूरा टीएमसी को मिला। ये लोग बहुत कट्टरवादी, इसलिए मेरा मार्क ठीक है। मैं नंदीग्राम का हिंदू के लिए काम करूंगा। जिस तरह का एक ये जो लहर देखा गया दादा, आप लोगों ने लगातार महिला सुरक्षा, नौकरी, शिक्षा के लिए बात की है, अब क्या कहना चाहिए? बड़ी जिम्मेदारी, बड़ी रिस्पांसिबिलिटी बीजेपी की। टीएमसी खत्म हो जाएगा कोई दिन 24 आवर्स, इसको बर्बाद हो जाएगा, खत्म हो जाएगा। ये भ्रष्टाचारी परिवारवादी पार्टी, इसका कोई आइडियोलॉजी नहीं है। आईपैक, कुछ पुलिस और कुछ गुंडा, खास करके एक समुदाय का कुछ गुंडा के ऊपर इसका पार्टी था। നോക്കൂ, ഇത് മറ്റാരുടെയും വീഡിയോ അല്ല. ഇതാരെന്നറിയാമോ? പശ്ചിമ ബംഗാളിൽ മമത എന്ന് പറയുന്ന ക്രൂരയായിട്ടുള്ള സ്ത്രീ ഉണ്ടല്ലോ, 15 വർഷത്തോളം ആ നാടിനെ അടക്കി ഭരിച്ച് ആ നാട്ടിലെ ഹിന്ദുക്കളെ കൂട്ടക്കുരുതി നടത്താനും അവിടുത്തെ ഹിന്ദു വിശ്വാസങ്ങളെ, ക്ഷേത്രങ്ങളെയൊക്കെ തച്ചു തകർക്കാനും ജിഹാദികൾക്ക് കുടപിടിച്ച് നടന്ന ദുഷ്ടയായ സ്ത്രീ ഉണ്ടല്ലോ, ആ സ്ത്രീയെ തോൽപ്പിച്ച ധീരനായിട്ടുള്ള മനുഷ്യൻ, അദ്ദേഹത്തിന്റെ പേരാണ് സുവേന്ദു അധികാരി. കഴിഞ്ഞ തവണയും സുവേന്ദു അധികാരിയും ഈ സ്ത്രീയെ തോൽപ്പിച്ചിരുന്നു, ഇക്കുറിയും തോൽപ്പിച്ചു. ഇക്കുറി നിയമസഭയിൽ പോലും കയറാനുള്ള അവകാശമില്ലാതെ തോൽപ്പിച്ച് അടപടലം പൂട്ടിച്ച് വീട്ടിലിരുത്തിയിട്ടുണ്ട്. അതിനുശേഷം വോട്ടെണ്ണൽ നടക്കുന്ന സമയത്ത് ചാനലുകാരോട് സംസാരിക്കുന്ന വീഡിയോ ആണ് നിങ്ങൾ കണ്ടത്. അതിന്റെ ആദ്യത്തെ ഭാഗം ഒന്നുകൂടി കേൾക്കണം, നമ്മൾ ഉറച്ച് കേൾക്കണം. നമ്മൾ കേൾക്കാം. 1956 वोट में जीता था, इस बार करीब 10,000 वोट में चुनाव जीता और नंदीग्राम का हिंदू जनता फिर मुझे जिताया। वहाँ मुसलमान वोट पूरा के पूरा टीएमसी को मिला। അതായത് അദ്ദേഹം പച്ചയ്ക്ക് പറയുന്നുണ്ട്, എന്നെ ഹിന്ദുക്കളാണ് വോട്ട് ചെയ്ത് വിജയിപ്പിച്ചത്, ഞാൻ അവർക്ക് വേണ്ടി കൃത്യമായിട്ടും ഭരണം നടത്തും, അവർക്ക് വേണ്ടി കൃത്യമായിട്ട് നിലപാടെടുക്കും എന്നുള്ളത്. അപ്പൊ മറ്റുള്ളവർക്കോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നോക്കൂ, ഇദ്ദേഹം കൃത്യമായിട്ട് എടുത്തു പറയുന്ന മറ്റൊരു വാക്ക്, ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള വീഡിയോ ഇതിൽ ഞാൻ ഇടുന്നില്ല, കുറെ ഉണ്ട് അത്. അതിൽ കൃത്യമായിട്ടും അദ്ദേഹം പറയുന്നുണ്ട്, സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന് പറയുന്ന നരേന്ദ്രമോദിജിയുടെ മുദ്രാവാക്യമുണ്ടല്ലോ, അത് പറഞ്ഞിട്ട് പോലും എനിക്ക് വേണ്ടിയിട്ട് ഇവിടെ ഭൂരിപക്ഷം തരാൻ ഇവിടുത്തെ നാട്ടുകാർക്ക് പറ്റിയിട്ടില്ല. പക്ഷെ കൃത്യമായിട്ടും ഹിന്ദുത്വം പറഞ്ഞതുകൊണ്ട് ഹിന്ദുക്കളുമായി ചേർന്ന് നിന്ന് ഹിന്ദുക്കൾക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കുമെന്ന് വാക്ക് കൊടുത്ത സമയത്ത് എനിക്കിവിടെ ഭരിക്കാനുള്ള കൃത്യമായുള്ള മൃഗീയ ഭൂരിപക്ഷം ഇവിടുത്തെ ഹിന്ദുക്കൾ തന്നു. അതുകൊണ്ട് ആ ഹിന്ദുക്കൾക്ക് വേണ്ടി ഞാൻ ഇവിടെ ഭരണം നടത്തുമെന്ന് ശക്തമായി തുറന്ന് പച്ചയ്ക്ക് അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് നിങ്ങൾ കേട്ടത്. ഇനി വേറൊരു വീഡിയോ ഞാനിവിടെ കാണിച്ചു തരാം. അത് ഇതിലും വലിയ ഗംഭീര വീഡിയോ, അത് കാണാം നമുക്ക്. ഇപ്പോൾ ഹിന്ദു വിഭാഗത്തെ പ്രധാനമായും പ്രതിനിധീകരിക്കുന്ന ഒരു പാർട്ടിയാണ് ബി.ജെ.പി. അപ്പോൾ അത്തരം കാര്യങ്ങൾ, ആ കമ്മ്യൂണിറ്റിയുടെ സെന്റിമെന്റ്സ് ആ രൂപത്തിൽ പ്രകടിപ്പിക്കുന്ന രീതി കണ്ടിട്ടില്ല നിയമസഭയ്ക്കകത്ത്. അതേസമയം ലീഗ് അടക്കമുള്ളവർ എന്താണോ അവർ പ്രതിനിധീകരിക്കുന്ന സമുദായം, അതിന്റെ സെന്റിമെന്റ്സ് അവിടെ പ്രകടിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അവിടെ ആരുടെ നാവും മനസ്സുമാണ്? ഞങ്ങൾ സ്വാഭാവികമായും കേരളത്തിലെ ഭൂരിപക്ഷ സമുദായത്തിന്റെ ശബ്ദമായിട്ട് പ്രവർത്തിക്കണം എന്നുള്ളതായിരിക്കും ഞങ്ങൾക്ക് വോട്ട് ചെയ്ത ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ അതിൽ മാത്രം ഞങ്ങൾ ഒതുങ്ങി നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ അതിനപ്പുറത്തേക്ക് കേരളത്തിന്റെ പൊതുവായിട്ടുള്ള താല്പര്യങ്ങൾ, ഞങ്ങൾ ഒരൊറ്റ കാര്യത്തിലെ വളരെ വ്യക്തമായിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുള്ളൂ: ഭീകരവാദത്തോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട്. ആ ഭീകരവാദികൾക്ക് ഒളിഞ്ഞും തെളിഞ്ഞും പിന്തുണ നൽകുന്ന ആളുകളെ തുറന്നു കാണിക്കാൻ ഞങ്ങൾ എല്ലാ ഘട്ടങ്ങളിലും എല്ലാ അവസരങ്ങളിലും ശ്രമിച്ചിട്ടുണ്ട്, തുടർന്നും ശ്രമിക്കും. ഈ വാക്കുകളിൽ നിന്ന് കാണുന്നത് നിങ്ങളോട് ഏറ്റുമുട്ടാൻ പോകുന്നത് ലീഗുമായിട്ടാണെന്നാണ്. ഞാൻ അങ്ങനെ പാർട്ടിയെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്കറിയാം മുസ്ലിം സമുദായം ഒറ്റക്കെട്ടായിട്ട് ഭീകരവാദികളോടൊപ്പം ഉള്ളവരല്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. പക്ഷേ മുസ്ലിം ലീഗിനകത്തും ഇത്തരത്തിലുള്ള പ്രവണതകളെ പിന്തുണയ്ക്കുന്ന ആളുകളുണ്ട് എന്നുള്ളത് പരസ്യമായിട്ടുള്ള രഹസ്യമാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള ആളുകളോട്, അത്തരത്തിലുള്ള നിലപാടുകളോട് ഞങ്ങൾ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം എടുക്കും. അത് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന്, ഭരണമുന്നണിയുടെ ഭാഗത്ത് നിന്നുണ്ടായാലും പ്രതിപക്ഷ മുന്നണിയുടെ ഭാഗത്ത് നിന്ന് അതിനനുകൂലമായിട്ടുള്ള നിലപാടുണ്ടായാലും ഞങ്ങൾ ആ കാര്യത്തിൽ എടുക്കുന്ന നിലപാട് വിശാലമായിട്ടുള്ള നാടിന്റെ താല്പര്യം, കേരളത്തിന്റെ താല്പര്യം. അതായത് ഈ സംസാരിച്ചത് ആരെന്ന് മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കും. കഴക്കൂട്ടത്ത് വിജയിച്ച വി മുരളീധരൻ എന്ന് പറയുന്ന ബി.ജെ.പി. MLA, നിയുക്ത MLA-യുടെ വാക്കുകളാണ് കേട്ടത്. അദ്ദേഹത്തിന്റെ ആ വിജയ നിമിഷം പുറത്തു വന്നതിന് ശേഷം ബിഗ് ടിവിയോ ഏതോ ഒരു TV ഇദ്ദേഹമായിട്ട് നടത്തിയ ചാനലിൽ നടത്തിയ ആ ഒരു അഭിമുഖം, ആ സമയത്താണ് അദ്ദേഹത്തിന്റെ ഈ അഭിപ്രായം. നോക്കൂ, ഇവിടെയാണ് സുവേന്ദു അധികാരി എത്രയോ വർഷങ്ങളായിട്ട് ബംഗാളിൽ കഠിനമായിട്ട് പ്രയത്നിച്ചിട്ടും അദ്ദേഹത്തിന് നടക്കാതെ പോയത്. ഹിന്ദുക്കൾക്ക് വേണ്ടി ഞാൻ ഇനി പ്രവർത്തിക്കും, ഇവിടുത്തെ ഹിന്ദുവിന്റെ നിലനിൽപ്പിന് വേണ്ടി, ഹിന്ദുവിന്റെ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും എല്ലാത്തിനും വേണ്ടി അധസ്ഥിത വർഗത്തിന്റെ രക്ഷകരെന്ന് വാഴ്ത്തി നടന്ന ഇടതുപക്ഷത്തിന് കഴിയാത്തത് ഇവിടുത്തെ അധസ്ഥിത വർഗത്തെ, അടിസ്ഥാന വർഗത്തെ ഉയർത്തിക്കൊണ്ടുവന്ന് SC ആയാലും OBC ആയാലും വനവാസി ആയാലും ആരായാലും ഹിന്ദു എന്ന രണ്ട് വാക്കിന് കീഴിലുള്ള എല്ലാവരെയും ഞങ്ങൾ പരിചരിക്കും, രക്ഷപ്പെടുത്തും, സംരക്ഷിക്കുമെന്ന് വാക്കുകൊടുക്കാൻ നട്ടില്ല വി മുരളീധരന്. അതുകൊണ്ട് തന്നെയാണ് ഇവന്മാരൊക്കെ അരമനകൾ തോറും നിരങ്ങിയും പിന്നെയോ ഇഫ്താർ വിരുന്നെന്ന പേരും പറഞ്ഞുകൊണ്ട് മറ്റവന്റെയൊക്കെ നക്കാനും വേണ്ടി പച്ചയ്ക്ക് പോകുന്നത്. ഇവിടെ ഹിന്ദു
ഹിന്ദുവിന്റെ രാഷ്ട്രീയ പാർട്ടി എന്ന് പറയാൻ ഏത് പാർട്ടിയാണുള്ളത്? BJPയുടെ അടിസ്ഥാന വോട്ടുകൾ ഹിന്ദുവിന്റെ വോട്ടാകുമ്പോൾ ഹിന്ദുവിന് വേണ്ടി ഞങ്ങൾ ഇത് ചെയ്യുമെന്ന് പച്ചയ്ക്ക് പറയാൻ ഇവന്മാർക്കൊന്നും ധൈര്യമില്ലാത്തത് എന്തുകൊണ്ടാണ്? ആ ധൈര്യമില്ലായ്മയെ ഇവിടെ ചോദ്യം ചെയ്യാൻ BJPയിലുള്ള ഹിന്ദുക്കൾ തയ്യാറാവാത്തത് കൊണ്ട് തന്നെയാണ്. നോക്കൂ, ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും ഇവിടുത്തെ ഹിന്ദുക്കളെ വിഭജിച്ചെടുത്തു. ഹിന്ദുവിന്റെ വോട്ട് ഇത് അവിടേക്ക് പോകുന്നു ഇവിടേക്ക് പോകുന്നു മോങ്ങുന്ന ഇവന്മാർ പറയാറുണ്ടോ, ഹിന്ദുവേ നീ BJPക്ക് വോട്ട് ചെയ്യൂ, നിന്റെ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാം, ഇവിടെ ഈഴവനെന്നും പറയനെന്നും നായരെന്നും നമ്പൂതിരിയെന്നും ഒന്നുമില്ല, നായാടി മുതൽ നമ്പൂരി വരെ ഒറ്റ ഹിന്ദു എന്ന പട്ടത്തിന് താഴെ ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് അവർക്ക് വേണ്ടി ഇറങ്ങാൻ എന്താ BJPക്ക് പറയാൻ ഭയം? ഇവിടെ അരമനകളിൽ പോയി കയ്യും ഒത്തിയും അതല്ലെങ്കിൽ ആസനം നക്കിയും ഒക്കെ ഇവിടെ വെളുപ്പിച്ചെടുത്തിട്ട് എന്നിട്ട് എന്തേ ക്രിസ്ത്യാനികളുടെ വോട്ട് നിങ്ങൾക്ക് കിട്ടിയോ? എന്തേ ഇവിടെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള ജോർജ് കുര്യൻ നിന്നല്ലോ, എന്തേ മോദിജിയുടെ വലങ്കൈ ആയിട്ടുള്ള അനൂപ് ആന്റണി നിന്നല്ലോ, എന്തേ ഷോൺ ജോർജ് നിന്നല്ലോ, എത്ര വോട്ടുകൾ കിട്ടി ഇവിടുത്തെ ക്രിസ്ത്യാനിയുടേത്? കിട്ടില്ല, തീർത്തും കിട്ടില്ല. എന്നിട്ടും അവന്റെയൊക്കെ ആസനം നക്കാനും കൈമുത്താനും പോകുന്ന ഇവരെയൊക്കെ എങ്ങനെയാണ് ഹിന്ദു വിശ്വസിക്കുക? അതുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷവും വലതുപക്ഷവും ഇവിടുത്തെ ഹിന്ദുവിന്റെ വോട്ട് ഇങ്ങനെ ഷെയർ ചെയ്ത് വീതിച്ചെടുത്ത് അടിമകളാക്കി ഇന്ന് നിലനിർത്തുന്നത്. അവരെ സംരക്ഷിക്കാൻ ശക്തമായിട്ട് സുവേന്ദു അധികാരിയെ പോലെ പച്ചയ്ക്ക് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരാൻ എന്ന് ഇവിടുത്തെ BJP തയ്യാറാവുന്നു. അന്നേ ഇവിടുത്തെ ഹിന്ദുവിന് ഇവരെ വിശ്വാസം വരികയുള്ളൂ. ഇവിടെ ഇവർ പറയുന്നുണ്ടല്ലോ 25, 30, 40 ഭരണത്തിലേക്ക് BJP എന്ന് പറയുന്നുണ്ടല്ലോ. ഇല്ല, നടക്കില്ല. അരമനകൾ കയറി കൈമുത്താനും ആസനം നക്കാനും നടക്കുന്ന ഒരു പാർട്ടിയെ അതല്ലെങ്കിൽ അതിന്റെ നേതൃത്വത്തെ എങ്ങനെയാണ് ഇവിടുത്തെ ഹിന്ദു വിശ്വസിക്കുക? നീ ജയിച്ചാലും അവർ ജയിച്ചാലും ഒരേ എഫക്റ്റ് തന്നെയല്ലേ എന്ന് ഓരോ ഹിന്ദുവും ചിന്തിച്ചാൽ എങ്ങനെയാണ് ഹിന്ദുവിനെ കുറ്റപ്പെടുത്താനാവുക? അതുകൊണ്ട് ഹിന്ദുവിന്റെ വോട്ട് നിനക്ക് കണ്ണും പൊട്ടി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ നീ ഓരോ സുവേന്ദു അധികാരികളായി മാറണം. പശ്ചിമ ബംഗാളിൽ 15 വർഷക്കാലത്തോളം അടക്കി ഭരിച്ച അവിടുത്തെ ഹിന്ദുക്കളെ ചവിട്ടിക്കൂട്ടിയ ഹിന്ദു ക്ഷേത്രങ്ങൾ തകർത്ത മമതാ ബാനർജി എന്ന് പറയുന്ന ആ സ്ത്രീയെ നിഷ്കരണം ഹിന്ദുക്കൾ ഇങ്ങനെ എടുത്ത് പുറത്തേക്ക് ഇട്ടുകൊണ്ട് BJPക്ക് മൃഗീയ ഭൂരിപക്ഷം നൽകിയിട്ടുണ്ടെങ്കിൽ അതിനൊരേ ഒരു കാരണമേ ഉള്ളൂ, ഹിന്ദുവിന് വേണ്ടി നിലകൊള്ളുമെന്ന വിശ്വാസം, ഹിന്ദുവിന് വേണ്ടി ഹിന്ദുവിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ ഞങ്ങൾ ഉണ്ടാവുമെന്നുള്ള വിശ്വാസം. ആ വിശ്വാസം അരമനകൾ തോറും കയറിയിറങ്ങി കൈമുത്തിയും ആസനം നക്കിയും വെളുപ്പിച്ചെടുക്കുന്നവരോട് ഹിന്ദുവിന് ഉണ്ടാവില്ല. അതുകൊണ്ട് കുറ്റം നിന്റേതാണ്. നീ എന്ന് സുവേന്ദു അധികാരി പറഞ്ഞ പോലെ ഹിന്ദുവിന് വേണ്ടി തയ്യാറായി രംഗത്ത് വരുന്നു, അന്ന് നിന്റെ കൂടെ ഹിന്ദു ഉണ്ടാവും. അതല്ലെങ്കിൽ മലപ്പുറത്ത് നടന്ന പോലെ തന്നെ ആടിന്റെ കഴുത്ത് വെട്ടിക്കൊണ്ട് ആഘോഷം നടത്തുന്ന ജിഹാദികൾ, ആ ജിഹാദികളെ നോക്കിക്കൊണ്ട് ആരെയാണ് ഹിന്ദു വിശ്വസിക്കുക? നിന്നെയൊക്കെയാണ് വിശ്വസിക്കേണ്ടത്. മുസ്ലിം ലീഗിനെ പുകഴ്ത്തി പറയുന്ന നിങ്ങളെയാണോ വിശ്വസിക്കേണ്ടത്? മുസ്ലിം ലീഗിന്റെ ആഘോഷം എന്ന പേരിൽ ആടിന്റെ ചോരയിറ്റിറ്റ് വീഴുന്ന തലയും തൂക്കി പിടിച്ച് ആഘോഷം നടത്തിയത് നിങ്ങൾ കണ്ടതല്ലേ? അവർക്ക് മനുഷ്യനെയും അങ്ങനെ ചെയ്യാൻ ഏതെങ്കിലും ഒരു നാളിൽ അവസരമൊരുക്കുന്ന രീതിയിൽ ഇനിയും മുസ്ലിം ലീഗിനെയും ഈ അഖണ്ഡ ഭാരതത്തെ വെട്ടിമുറിച്ച് കഷ്ണമാക്കാൻ നടക്കുന്ന ആ ലീഗുകാരെ ഇനിയും പൊക്കി പറയുന്ന നിങ്ങളെ എങ്ങനെയാണ് ഹിന്ദു വിശ്വസിക്കുക? എങ്ങനെയോ 3 സീറ്റ് വിജയിച്ചു എന്നുള്ള ചിന്ത ആർക്കും വേണ്ട. ഹിന്ദുവിന്റെ വോട്ട് നേടിക്കൊണ്ട് തന്നെയാണ് നീ വിജയിച്ചത്. ഹിന്ദുവിന് വേറെ ആരുമില്ല എന്ന ചിന്ത കുറച്ച് വന്നപ്പോഴാണ് നീയൊക്കെ ജയിച്ചത്. അതുകൊണ്ട് ഇനിയെങ്കിലും ഹിന്ദുവിന് വേണ്ടി സംസാരിക്കടോ, ഹിന്ദുവിന് വേണ്ടി പ്രവർത്തിക്കടോ. മതേതരം ഇങ്ങനെ അണ്ണാക്കിലിട്ട് പുഴുങ്ങി ആ ഹിന്ദുവിന്റെ വോട്ടും നേടി വിജയിച്ചിട്ട് വീണ്ടും ഹിന്ദുക്കളുടെ നെഞ്ചത്തോട്ട് മുസ്ലിം ലീഗിനെ പുകഴ്ത്താനും അല്ലെങ്കിൽ സുഡാപ്പികളെയും അരമനകളെയും പുകഴ്ത്താനും വേണ്ടി രംഗത്ത് വന്നാൽ ഇനിയും 8 നിലയിൽ ഈ പറയുന്ന 1 സീറ്റ് പൂട്ടിച്ച പോലെ ഈ 3 സീറ്റും ഹിന്ദു പൂട്ടിക്കും. ഹിന്ദുവിന് വേണ്ടി നീ നിലകൊണ്ടില്ലെങ്കിൽ, ഹിന്ദുവിന് വേണ്ടി നീ സംസാരിച്ചില്ലെങ്കിൽ, ഹിന്ദുവിന് വേണ്ടി നീ പ്രവർത്തിച്ചില്ലെങ്കിൽ, മുസ്ലിം ലീഗ് അടക്കമുള്ള ഇത്തരം പാർട്ടികൾക്ക് വേണ്ടി നീ സംസാരിച്ചാൽ എന്നുള്ളത് മനസ്സിലാക്കിയാൽ നിനക്കൊക്കെ നന്നിടോ. സുവേന്ദു അധികാരിയെ പോലെ അതല്ലെങ്കിൽ തീവ്രമായിട്ട് ഹിന്ദുക്കൾക്ക് വേണ്ടി സംസാരിക്കുന്ന ആ നിമിഷം ഇവിടെ BJP എന്ന് പറയുന്ന പാർട്ടി ഭരണത്തിലേക്ക് വരും. നിസംശയം പറയാം. അതിന് നട്ടെല്ല് വേണം, ആംബിയർ വേണം. ആ ആംബിയർ ഉണ്ടെങ്കിൽ ഇവിടെ BJP ഭരണത്തിൽ വരും. ഹിന്ദുക്കളുടെ വോട്ടും നേടി ഹിന്ദുക്കളെ പറ്റിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരെയും കോൺഗ്രസ്സുകാരെയും കണ്ടം വഴി ഓടിച്ചുകൊണ്ട് ഹിന്ദു നിന്റെ കൂടെ നിൽക്കും. അതാണ് പശ്ചിമ ബംഗാളിൽ കണ്ടത്. അതിനിവിടെ അമിത്ഷാജി വന്നുകൊണ്ട് സ്റ്റേ ചെയ്തുകൊണ്ട് നിന്റെയൊക്കെ വായിലുള്ള ഇത്തരത്തിലുള്ള ചിന്തകളും പ്രവർത്തികളും വാക്കുകളും ഉണ്ടല്ലോ, അത് അടച്ചു വെച്ചുകൊണ്ട് കൃത്യമായിട്ടും ഹിന്ദുവിന് വേണ്ടി ശബ്ദിച്ചുകൊണ്ട് ഹിന്ദുവിന് വേണ്ടി പ്രവർത്തിക്കാൻ ആരിവിടെ വരുന്നോ അവർക്ക് പിന്നിൽ ഹിന്ദു അണിനിരക്കും. ഇനിയും നീയൊന്നും ഹിന്ദുവിനെ പറ്റിക്കാനും ഹിന്ദുവിനെ മതേതരത്വം പഠിപ്പിക്കാനും ഹിന്ദുവിനെ മതസൗഹാർദ്ദം പഠിപ്പിക്കാനും വരേണ്ട. ഇത് ഹിന്ദുവിന്റെ ഉത്തരവാദിത്തം മാത്രമല്ല, മതേതരത്വവും മതസൗഹാർദ്ദവും ഹിന്ദുവിന്റെ നെറുകുന്തലയിൽ ഇനിയും ആരും ആഞ്ഞടിക്കേണ്ട. അതുകൊണ്ട് ഹിന്ദുവിന്റെ വോട്ട് നേടി വിജയിച്ചിട്ട് ഇനിയും ഈ രാജ്യം വിഭജിച്ച ലീഗിനെ, മുസ്ലിം ലീഗിനെ പുകഴ്ത്താനാണ് നിങ്ങളുടെയൊക്കെ ഭാവമെങ്കിൽ ആ ഭാവത്തിന് ഹിന്ദു തിരിച്ചടി നൽകിയിരിക്കും. അത് 3 തരം 100 തരം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.